വെൽക്കം ടു ദ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ഹൈടെക് ചാനൽ. മൈ നെയിം ഇസ് പാച്ചു. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് JBL ക്ലിപ്പ് 3 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഹൈടെക്കിലേക്ക്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് JBL ക്ലിപ്പ് 3 ആണ്. JBL ക്ലിപ്പ് 3 3 വേരിയൻറ്റ് കളറിലാണ് ലഭിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഇനി ബ്ലൂ കളർ, വേറെയും കളറിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതാണ് ബോക്സ്. കാണാൻ നല്ലൊരു രീതിയിൽ തന്നെയാണ് പാക്കേജും കാര്യങ്ങളൊക്കെ. JBLൻ്റെ ഭാഗങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് പാക്കേജിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ മേടിച്ചിട്ടുള്ളൊരു ബ്ലൂ വേരിയൻ്റാണ്. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം നല്ലൊരു കളറും ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു JBL ക്ലിപ്പ് 3 തന്നെയാണ്, കുഴപ്പമില്ലാത്ത. ഇനി ഫ്രണ്ടിലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു സ്കിൻ ടൈപ്പാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓൾ ഇൻ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ആൻഡ് പോസ് ബട്ടൺ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ആൻഡ് ബ്ലൂടൂത്ത് പെയർ ബട്ടനാണ് വരുന്നത്. പിന്നെ ബോട്ടം സൈഡിലായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇയർഫോൺ 3 ജാക്ക് കുത്തുന്ന ഒരു പോർട്ടും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് JBLൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ആൻഡ് ഇതൊരു വാട്ടർ പ്രൂഫായ ഒരു പ്രോഡക്റ്റാണെന്ന് JBL ക്ലിപ്പ് 3. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാം. ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഫീച്ചേഴ്സ് കമ്പനി അവകാശപ്പെടുന്നത് വാട്ടർ പ്രൂഫാണ്, IPS ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ JBL ക്ലിപ്പ് 3 നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ സാധനം കേടുവരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കടന്നാൽ പോലും സ്പീക്കർ വർക്ക് ചെയ്യുന്നതാണെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം, വാട്ടർ പ്രൂഫ് ആണോ അല്ലോ, വെള്ളത്തിലിട്ടാൽ കേടുവരുമല്ലോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇതിന് ബാറ്ററി വരുന്നത് 1000 mAh ബാറ്ററിയാണ് വരുന്നത്. 3.mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ആൻഡ് കണ്ടിന്യൂ പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ 10 hours നിങ്ങൾക്ക് കണ്ടിന്യൂ വരുന്നത്. 2018 ഈ സാധനം നിലവിൽ വന്നിട്ടുള്ളത്. ആൻഡ് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 4.1 ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത്. ആൻഡ് ഇതിന് വോൾട്ട് വരുന്നത് 3.7 വോൾട്ടാണ് വരുന്നത്. ആൻഡ് വാട്ടർ പ്രൂഫ് മാത്രമാണ്, ഡസ്റ്റ് പ്രൂഫ് അല്ല. അതുകൊണ്ട് വേഗം തന്നെ പൊടിച്ചെല്ലും ആകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് JBLൻ്റെ ഫ്ലിപ്പ് 3ൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെയും ക്ലിപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലിപ്പും കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും ക്ലിപ്പ് ചെയ്തിട്ട് പാട്ട് കേൾക്കുകയും ചെയ്യാം, എവിടെയും കൊണ്ടെടുക്കാം. അത്രയും വെയിറ്റ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് പോരായ്മയായിട്ട് തോന്നിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് JBL ക്ലിപ്പ് 3യും വേറൊരു JBL ക്ലിപ്പ് 3ൻ്റെ ഒരേ പാട്ട് തന്നെ 2 സ്പീക്കറിൽ കേൾക്കാൻ പറ്റില്ല. JBLൻ്റെ ക്ലിപ്പ് 3ൽ ഇത് സപ്പോർട്ടാവില്ല. അതാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വേഗം തന്നെ ഡസ്റ്റ് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ആണ്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉഷാർ സൗണ്ട് ക്വാളിറ്റിയാണ് JBL ക്ലിപ്പ് 3 ബ്ലൂടൂത്തിൻ്റെ. അതിന് അധികം സമയം നമുക്ക് കിട്ടുന്നുണ്ട്. JBL ക്ലിപ്പ് 3 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ വാട്ടർ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിടുമ്പോൾ സൗണ്ട് ചെറുതായിട്ട് പോകുന്നുണ്ട്. എന്നാലും സാധനം വാട്ടർ പ്രൂഫാണ്. എത്ര വെള്ളത്തിലിട്ടാലും കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ആൻഡ് ഇതാണ് ഇതിൻ്റെ സബ് വൂഫർ വരുന്നത്. സൈഡിലായിട്ടാണ് ഒരു സ്പീക്കറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. വെള്ളത്തിലിടുമ്പോൾ സൗണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റുള്ളൊരു JBL ക്ലിപ്പ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 3290 റുപ്യാണ് ആമസോണിൽ ഇതിൻ്റെ വില. വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ഹൈടെക്.